3 മണ്ഡലങ്ങളിലേതും വളരെ പ്രധാനപ്പെട്ടതാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്ന് UDF അതിശക്തമായിട്ട് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അവർക്ക് എല്ലാവിധ കാരണങ്ങളുമുണ്ട്. പക്ഷേ അപ്പോഴും എത്ര വോട്ട് മറ്റ് 2 മുന്നണികൾ പിടിക്കുമെന്നത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് വയനാടും അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയാണ് വോട്ടർമാരും കേരള രാഷ്ട്രീയമാകെ തന്നെയും കാത്തിരിക്കുന്നത്. 8 മണി ആയിട്ടുണ്ട്. 08:00 എന്ന നില ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലും എൻ്റെ ലാപ്ടോപ്പിലെ സമയത്തും എൻ്റെ മൊബൈൽ ഫോണിലും ആ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. 8 മണി ഇന്ന് രാവിലെ 8 മണി ഈ സമയമായിരിക്കുന്നു. വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട്, വയനാട്ടിനെ കുറിച്ച് പറഞ്ഞ പോലെ പാലക്കാടാണ് ഈ തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിരുന്ന മണ്ഡലം. അവിടെ ത്രികോണ മത്സരം അതിശക്തമായിട്ട് നടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ത്രികോണ മത്സരം എന്ന് പൂർണ്ണാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ആദ്യത്തേത് ആണ് പാലക്കാട് ഉണ്ടായിരുന്നത്. അവിടെ അതിശക്തമായുള്ള വിജയപ്രതീക്ഷയാണ് ഈ പറയുന്ന 3 മുന്നണികൾക്കുമുള്ളത്. 8 മണി 8:01 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേലക്കരയിലെ കാര്യം അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയാണ്. ചേലക്കരയിൽ UDFും LDFും അവരുടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മത്സരം നടക്കും എന്നാണ് കണക്കാക്കുന്നത്. അവിടെ അതിശക്തനായിട്ടുള്ള കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിട്ട് BJPയും അവരുടെ വോട്ട് ശതമാനം കൂട്ടും എന്ന് നിൽക്കുകയാണ്. 8 മണിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹർഷ ഒന്ന് എല്ലാവരിലേക്കും പോയി വരാമെന്ന് തോന്നുന്നു അല്ലേ? അവിടെ ലിജോ നമ്മോടൊപ്പം ചെയ്യുന്നു. ലിജോ, എല്ലാം പൂർത്തിയായോ? ആ പ്രോസസ്സിലേക്ക് കടന്നോ? അല്പസമയത്തിനകം വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. ഇപ്പോൾ നിർദ്ദേശം, അതായത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ലഭിച്ചാൽ വോട്ടെണ്ണൽ തുടങ്ങും എന്നുള്ളതാണ് അനൗൺസ്മെന്റ് ഈ പുറത്തേക്ക് വരുന്നത്. അല്പസമയത്തിനകം ആദ്യ വോട്ടുകൾ, അതായത് തപാൽ വോട്ടുകൾ, ഏതാണ്ട് 10,000-ന് മുകളിൽ തപാൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ആർക്കാണ് ആദ്യ ഭൂരിപക്ഷം നൽകുക എന്നുള്ളൊരു പ്രധാനപ്പെട്ടതാണ്. സർവീസ് സംഘടനകളടക്കം വോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും ആ ഭൂരിപക്ഷം എന്നുള്ളത് അറിയാം. ഒരുപക്ഷെ ഇടതുപക്ഷത്തിനൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷമെങ്കിലും വരാം, അല്ലെങ്കിൽ മുൻതൂക്കം വരാവുന്നത് തപാൽ വോട്ടുകളിലായിരിക്കും. അതിനുശേഷം അത് വയനാട് മണ്ഡലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ആദ്യ വോട്ടുകൾ ഇപ്പോൾ തന്നെ എണ്ണിത്തുടങ്ങും. തപാൽ വോട്ടുകളാണ് എണ്ണുക. അല്പസമയത്തിനകം തപാൽ വോട്ടുകൾ എണ്ണും. വയനാടിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിക്ക്, അതോടൊപ്പം തന്നെ സത്യ മൊകേരിക്കും നവ്യ ഹരിദാസിനെ സംബന്ധിച്ച് ആദ്യ വോട്ടുകളുടെ ഒരു സൂചന എന്താണെന്ന് വയനാടിന്റെ കാര്യത്തിൽ മറ്റ് സംശയമൊന്നും ഉണ്ടാവാൻ ആർക്കും സാധ്യതയില്ല. പക്ഷേ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് വയനാടിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടാവുക. ആസിഫ് ചേലക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളും കാണാം, വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ആസിഫ്, എങ്ങനെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ ടേബിളുകളിലേക്ക് എടുത്തിരിക്കുകയാണ്. 5 ടേബിളുകളിലാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക. നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടത് 1375 പോസ്റ്റൽ വോട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ 1418 ഹോം വോട്ടുകളുമുണ്ട്. അങ്ങനെ 2793 വോട്ടുകളാണ് ഈ ഒരു ഇനത്തിൽ എണ്ണാനുള്ളത്. അതിൽ തന്നെ പക്ഷേ നമ്മൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി ആദ്യം തുടങ്ങുമെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ EVMകളുടെ റിസൾട്ട് അടക്കം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണും. അതിന് വേഗത കൂടുതലായതിനാൽ തന്നെ അതിൽ നിന്നുള്ള ഫലങ്ങൾ ഔദ്യോഗികമായി 8:20 കൂടി ആദ്യ ഫലം 8:20 കൂടി ഔദ്യോഗികമായി വരും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ഫലങ്ങൾ പോസ്റ്റൽ വോട്ടുകളുടെ അടക്കം എണ്ണി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫലങ്ങൾ നൽകാനുള്ള നടപടികൾ നമ്മളും സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഫലം വരുന്നതിന് മുമ്പ് തന്നെ അല്പസമയത്തിനകം തന്നെ ആദ്യ ലീഡ് നില നമുക്ക് നൽകാൻ കഴിയും. കിട്ടും. പ്രധാനമായിട്ടും നോക്കേണ്ടത്, പ്രേക്ഷകർ നോക്കേണ്ടത് ഈ നമ്പർ കിടക്കുന്നിടത്താണ്. അവിടെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് തപാൽ വോട്ടുകളാണ്. പാലക്കാട് 957 തപാൽ വോട്ടുകളുണ്ട്. ചേലക്കരയിൽ 2793 പോസ്റ്റൽ വോട്ടുകളുണ്ട്. വയനാട് 11,000 പോസ്റ്റൽ വോട്ടുകളുണ്ട്. ഈ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്. ഇതിനകത്ത് പാലക്കാട്ടെ 957-ലും ചേലക്കരയിലെ 2793-ലും വയനാട്ടിലെ 11,000-ലെ ഇത്തരം പോസ്റ്റൽ വോട്ടുകൾ, ഇത്രയും പോസ്റ്റൽ വോട്ടുകളിലെ ലീഡ് ആർക്കാണെന്ന് സംബന്ധിച്ച് അല്പസമയത്തിനകം നമ്മുടെ സ്ക്രീനിൽ വരും. റൈറ്റ്. ഇപ്പോൾ ആസിഫ് തന്നെയാണ് തുടരുന്നത് ചേലക്കരയിൽ നിന്ന്. ചേലക്കരയിൽ ആസിഫ്, നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം പോസ്റ്റൽ ബാലറ്റുകൾ വൈകി തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ, നമ്മളെല്ലായ്പ്പോഴും പണ്ടത്തെ ഒരു രീതി വെച്ചിട്ട് പോസ്റ്റൽ ബാലറ്റുകളുടെ വിവരം ആദ്യം വരുമെന്നുള്ളതാണല്ലോ. പക്ഷേ അതിനേക്കാൾ മുമ്പ് തന്നെ വോട്ടെണ്ണൽ യന്ത്രങ്ങളിൽ നിന്നുള്ള റിസൾട്ട് വന്നു തുടങ്ങും എന്നുള്ള വിവരം വരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ ആദ്യത്തെ 4 റൗണ്ടുകളിൽ ആരാണ് മുന്നിൽ നിൽക്കുക എന്നതിൽ നിന്ന് നമുക്ക് കൃത്യം സൂചനയിലേക്ക് ചേലക്കരയിൽ കടക്കാൻ കഴിയും. എങ്ങനെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? മറ്റ് തടസ്സങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ അല്ലേ? ഇല്ല, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും ചേലക്കരയിൽ മൊത്തം ഹോം വോട്ടും പോസ്റ്റൽ വോട്ടും ചേർന്ന് 2793 വോട്ടുകളാണ് ഈ ഒരു ക്രമത്തിൽ വരിക. ആ വോട്ടുകളുടെ ഫലം വരാൻ സ്വാഭാവികമായി വൈകും. അത് പൂർണ്ണമായും എണ്ണിത്തീരാൻ സമയമെടുക്കും. കാരണം അത് ഓരോന്നായി എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും അതിനപ്പുറത്തേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടെണ്ണൽ ആരംഭിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ റിസൾട്ടുകൾ എത്തിത്തുടങ്ങും. അത് സോർട്ട് ചെയ്ത് ഓരോ ഘട്ടമായി, അതായത് 13
ഘട്ടമുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടമായി ഔദ്യോഗികമായി ഫലം വരാൻ ഏതായാലും 8:20 എടുക്കും ആദ്യ ഫലം ഔദ്യോഗികമായി വരാൻ. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് പല സൂചനകൾ കൃത്യമായി നൽകാൻ കഴിയും. കാരണം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ അത് ആ സമയത്ത് തന്നെ നമ്മൾക്ക് അവിടെ നിന്ന് കൃത്യമായി വിവരം ലഭിക്കാനുള്ള സംവിധാനങ്ങളടക്കം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 10 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ പോലും അതിൽ ആര് മുമ്പിൽ നിൽക്കുന്നു തുടങ്ങി അത്തരത്തിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളടക്കം നമുക്ക് എന്തായാലും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യ ഫലസൂചനകൾ 8:20 ഔദ്യോഗികമായി വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ കണക്കുകൾ നമ്മൾ ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ വെച്ച് നമുക്ക് ഒരു കാരണവശാലും കൃത്യമായ കണക്കുകൾ, അതായത് എന്ന വിവരം നമ്മുടെ മുന്നിലുണ്ട്. പാലക്കാട് BJP 13 വോട്ടുകൾക്ക് മുന്നിൽ എന്നാണ് ആദ്യ നമ്പർ വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. പാലക്കാട് 13 വോട്ടുകൾക്ക് BJP മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യ ഫലസൂചന പാലക്കാട് എന്നാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ പാലക്കാട് BJP 13 വോട്ടുകൾക്ക് മുന്നിൽ എന്നതാണ്. പാലക്കാട്ട് BJP 13 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നു. റൈറ്റ് നമുക്കിപ്പോൾ ഫ്രെയിമിൽ കാണാം. പാലക്കാട് BJP 13 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. നമ്മളത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു, ഒപ്പം മറ്റു വോട്ടുകളും എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ 13 വോട്ടുകൾക്ക് ആണ് പാലക്കാട് BJP മുന്നിട്ട് നിൽക്കുന്നതായിട്ടുള്ള വിവരം വന്നിരിക്കുന്നത്. ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ്. പക്ഷേ 13 വോട്ടുകളുടെ വിവരം എന്തായാലും ആദ്യ ഫലസൂചന എന്തായാലും പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. ആദ്യ ഫലസൂചനയിൽ പാലക്കാട്ട് BJP മുന്നിലാണ്. പാലക്കാട് നിന്നാണ് ആദ്യ ഫലസൂചന വരുന്നതെങ്കിൽ അത് നിശ്ചയമായിട്ടും BJPക്ക് അനുകൂലമായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു. നേരത്തെ പ്രസാദ് അക്കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. എന്തായാലും 13 വോട്ടുകൾക്ക് പാലക്കാട്ട് BJP മുന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരമാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ആദ്യ വിവരമായിട്ട് മുന്നോട്ട് വെക്കാനുള്ള 13 വോട്ടുകൾക്ക്. അവിടെ UR പ്രദീപ് 7 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ചേലക്കരയിൽ. BJP 13 വോട്ടുകൾക്ക് പാലക്കാട്ടും LDF 7 വോട്ടുകൾക്ക് ചേലക്കരയിലും മുന്നിട്ട് നിൽക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ഇതുവരെ വിവരങ്ങളൊന്നും എത്തിയിട്ടില്ല. എന്തായാലും ഈ ആദ്യ സൂചനകൾ എത്തിയിട്ടുണ്ട്. ചേലക്കരയിൽ നിന്ന് 1 ഡിജിറ്റ് ലീഡ് BJP. അവിടെ പാലക്കാട്ട് 2 ഡിജിറ്റ് 13 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് വിവരമാണ്. പ്രസാദ്